Hi guys, welcome to Jane's OET Hub. Hope you all are fine and safe. ഇന്നത്തെ വീഡിയോ വീണ്ടും റൈറ്റിംഗ് സബ് ടെസ്റ്റിനെ കുറിച്ചാണ്. റൈറ്റിംഗ് സബ് ടെസ്റ്റിൽ നമ്മൾ മിക്കപ്പോഴും വരുത്തുന്ന മിസ്റ്റേക്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ മിസ്റ്റേക്സ് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അതും കൂടി ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ OET ക്ലാസ്സസിനെ കുറിച്ചൊന്ന് പറയാം. കോവിഡ് കാരണം നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സസ് ടെമ്പററി ആയിട്ട് നിർത്തിവെച്ചേക്കുവാണ്. അപ്പോൾ എല്ലാ ക്ലാസ്സസും ഓൺലൈനായിട്ട് തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലോ OET പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ലൈഡിൽ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ അതുപോലെ നമ്മുടെ നെക്സ്റ്റ് സൂം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 14th ജൂണിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനകത്താണ് ജോയിൻ ചെയ്യാൻ താല്പര്യമെങ്കിൽ ഇപ്പോഴേ അത് ബുക്ക് ചെയ്യുക. ബിക്കോസ് വളരെ ലിമിറ്റഡ് നമ്പേഴ്സേ നമുക്ക് അവിടെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് പ്രീ ബുക്കിംഗ് വളരെ അത്യാവശ്യമാണ്. സോ ആ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യേണ്ട നമ്പർ ഇത് തന്നെയാണ്, ഈ സ്ലൈഡിൽ കാണുന്ന നമ്പർ തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. എന്തൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്സ് ആൻഡ് അതെങ്ങനെ അവോയ്ഡ് ചെയ്യാം, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ പോയിന്റ്, മിസ്സിംഗ് ദ ഇൻ ദ അഡ്രസ്. അപ്പോൾ എപ്പോഴാണ് ദ നമ്മൾ ചേർക്കേണ്ടത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഇൻ കേസ് റീഡറിൻ്റെ പേര് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെസിഗ്നേഷൻ്റെ കൂടെ, ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ കാർഡിയോളജിസ്റ്റ്, അവരുടെ ജോബ് റോൾ കാർഡിയോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ് ഇങ്ങനെയുള്ളതിൻ്റെ കൂടെ നമ്മൾ ദ ചേർക്കേണ്ട. പക്ഷെ അതേസമയം റീഡറിൻ്റെ പേര് തന്നിട്ടില്ല, അവർ ഡെസിഗ്നേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ, റൈറ്റ് എ ലെറ്റർ ടു ദ ഫിസിയോതെറാപ്പിസ്റ്റ്, റൈറ്റ് എ ലെറ്റർ ടു ദ കാർഡിയോളജിസ്റ്റ്, റൈറ്റ് എ ലെറ്റർ ടു ദ ന്യൂറോളജിസ്റ്റ്, ഇങ്ങനെ മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ നമ്മുടെ അഡ്രസ്സ് എങ്ങനെ എഴുതുക? ദ ന്യൂറോളജിസ്റ്റ്, പിന്നെ ബാക്കിയുള്ള അഡ്രസ്സ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ദ ചേർക്കാൻ നിങ്ങൾ വിട്ടുപോകരുത്. സംഭവം ഇത്രയേ ഉള്ളൂ. പേര് തന്നിട്ടില്ല എങ്കിൽ, അതായത് റീഡറിൻ്റെ പേര് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ ആദ്യം എഴുതുന്നത് ഡെസിഗ്നേഷൻ ആയിരിക്കും. അപ്പോൾ ആ ഡെസിഗ്നേഷൻ്റെ കൂടെ മസ്റ്റായിട്ടും ദ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ ഈസ് ഡേറ്റ്. സോ അതിൽ പല ഡൗട്ട്സ് ആണ് എല്ലാവർക്കും ഉള്ളത്. വോട്ട് ഡേറ്റ് ടു പുട്ട്. അപ്പോൾ ഇപ്പോഴത്തെ ലെറ്ററിലെല്ലാം ടുഡേയ്സ് ഡേറ്റ് ഈസ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ടെസ്റ്റ് ഡേയുടെ ഡേറ്റ് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തരുന്നുണ്ടെങ്കിൽ യു ക്യാൻ പുട്ട് ദാറ്റ് ഡേറ്റ്. അല്ല എങ്കിൽ, അങ്ങനെ ഒരു ഡേറ്റ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ചാർജ് ഡേറ്റ് എഴുതാം, അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് വിസിറ്റ് ഡേറ്റോ അങ്ങനെ എന്തെങ്കിലും എന്താണോ നിങ്ങളുടെ കേസ് നോട്ടിലുള്ളത് അത് എഴുതാം. പക്ഷേ ഇനി നിങ്ങൾക്കൊന്നും കാണുന്നില്ല, ഡേറ്റ് ഒന്നും പ്രത്യേകിച്ചൊന്നും വിസിബിൾ അല്ല എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡേയുടെ ഡേറ്റ് എഴുതാം. ഒരു കുഴപ്പവും അവിടെ വരുന്നില്ല, റിഗാർഡ്ലെസ് ഓഫ് ദ ഹിസ്റ്ററി വാട്ട് ഈസ് മെൻഷൻഡ് ഇൻ ദ കേസ് നോട്ട്. അപ്പോൾ ആ ഡേറ്റിനൊന്നും അധികം സമയം സ്പെൻഡ് ചെയ്യരുത്. ബിക്കോസ് അതൊന്നും അത്ര അങ്ങോട്ട് നമ്മുടെ മാർക്കിംഗ് സ്കോറിങ് അസസ്മെൻറ്റിൽ വരുന്നതല്ല. അപ്പോൾ ഡേറ്റ് മസ്റ്റായിട്ട് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെസ്റ്റ് ഡേയുടെ ഡേറ്റ് എഴുതാം. ഇനി എങ്ങനെയാണ് ആ ഏരിയയിൽ ഡേറ്റ് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പാൻഡഡ് ഫോമിലാണ് ഫസ്റ്റ് ഏരിയയിൽ ഡേറ്റ് എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ 19 MAY May 2021, ഇങ്ങനെ എക്സ്പാൻഡഡ് ഫോമിലാണ് ആ ഏരിയയിൽ ഡേറ്റ് എഴുതേണ്ടത്. ഇനി പാരഗ്രാഫ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പേഴ്സ് ആൻഡ് സ്ലാഷസ് ഇടാം. അതായത് 19/05/2021 ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ബോഡി പാരഗ്രാഫ്സിൽ നിങ്ങൾക്ക് ഡേറ്റ് ഇടാം. പിന്നെ അതുപോലെ വേർ ടു പുട്ട്, ഫസ്റ്റ് ഏരിയയിൽ എവിടെയാണ് ഡേറ്റ് ഇടേണ്ടതെന്നുള്ളത് അത് അഡ്രസ്സിന്, അതായത് റീഡേഴ്സ് അഡ്രസ്സിന് മുകളിലായാലും അതിൻ്റെ താഴെ ആയാലും ഡസൻ മാറ്റർ. അപ്പോൾ ഏത് പൊസിഷനിലാണെങ്കിലും നമുക്ക് ആ ഡേറ്റ് ഇടാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഫസ്റ്റ് ഏരിയയിൽ, അതായത് അഡ്രസ് പ്ലേസിൽ എഴുതുന്ന ഡേറ്റ് എക്സ്പാൻഡഡ് ഫോമിലും പാരഗ്രാഫിൽ എഴുതുന്നത് നമ്പേഴ്സ് ആൻഡ് സ്ലാഷസിലും എഴുതുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ. അടുത്തത് ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ഒരു കാര്യം ആദ്യമേ മനസ്സിൽ വെക്കുക, നിങ്ങൾ ആരെങ്കിലും ആസ് എഴുതി ഇൻട്രൊഡക്ഷൻ ഇപ്പോഴും എഴുതുന്നുണ്ടെങ്കിൽ ആസ് മസ്റ്റ് ബി അവോയ്ഡഡ് ഫ്രം ദ ഇൻട്രൊഡക്ഷൻ. അത് OET തന്നെ ഇൻസ്ട്രക്ട് ചെയ്തിട്ടുള്ളതാണ്. സോ പ്ലീസ്, അന്ന് വെച്ചാൽ ആസ് ഒക്കെ ചേർക്കുമ്പോഴത്തേക്ക് നമ്മൾ വലിയൊരു സെൻറ്റൻസ് ആണ് അവിടെ ഉണ്ടാക്കുന്നത്, അതായത് ഒരു കോംപ്ലക്സ് കോമ്പൗണ്ട് സെൻറ്റൻസ്, ആൻഡ് സച്ച് സെൻറ്റൻസസ് ഷുഡ് ബി അവോയ്ഡഡ്. അടുത്ത ഒരു എറർ എന്ന് പറയുന്നത് ഡയഗ്നോസ്ഡ് ആസ്, ഡയഗ്നോസ്ഡ് വിത്ത്, അതിലേതാണ് ചേർക്കേണ്ടത് എന്നുള്ളതാണ്. സോ നമ്മൾ ഹീ ആണ് സബ്ജക്റ്റ് എങ്കിൽ ഹീ വാസ് ഡയഗ്നോസ്ഡ് വിത്ത്, അല്ലെങ്കിൽ ഹീ ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് ആണ് ചേർക്കേണ്ടത്. ഹിസ് കണ്ടീഷൻ ആണ് സബ്ജക്റ്റ് എങ്കിൽ ഹിസ് കണ്ടീഷൻ ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് ആസ് നിങ്ങൾക്ക് എഴുതാം. ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം.
ഇനി അടുത്ത എറർ എന്താന്ന് വെച്ചാൽ വാസ് ഡയഗ്നോസ്ഡ് എന്ന് എഴുതണോ അതോ ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് എന്ന് എഴുതണോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതും കൂടി നിങ്ങളൊന്ന് കാണുവാണെങ്കിൽ കറക്റ്റായിട്ട് അത് മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് പറഞ്ഞു പോവാം. വാസ് ഡയഗ്നോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡയഗ്നോസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു എന്നാണ് അർത്ഥം, കംപ്ലീറ്റ്ലി റിക്കവേർഡ് എന്നാണ് അർത്ഥം. ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് ആണെങ്കിൽ ഈ ഡയഗ്നോസിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇനിയും എന്തൊക്കെയോ മാനേജ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള കേസ് ആണെങ്കിൽ ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് ഉപയോഗിക്കുക. അല്ലാതെ കംപ്ലീറ്റ്ലി റിക്കവേർഡ്, ആ അസുഖത്തിൽ നിന്ന് എല്ലാം മാറി, ഇനി ഒരു കാര്യങ്ങളും മുമ്പോട്ടേക്കില്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ വാസ് ഡയഗ്നോസ്ഡ് ഉപയോഗിക്കാം. ഓൾറൈറ്റ്. ഇനി അടുത്ത പോയിന്റ് എന്താന്ന് വെച്ചാൽ വാസ് പ്രസന്റഡ് എന്ന് എഴുതണോ അതോ പ്രസന്റഡ് എന്ന് എഴുതണോ. വാസ് പ്രസന്റഡ് റോങ് ആണ്. അപ്പോൾ ഹി വാസ് പ്രസന്റഡ് വിത്ത് ദ കംപ്ലയിൻസ് ഓഫ് എന്തെങ്കിലും നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഒരിക്കലും വാസ് പ്രസന്റഡ് എഴുതരുത്. ഹി പ്രസന്റഡ് വിത്ത് സോ ആൻഡ് സോ കംപ്ലയിൻസ് എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ പ്രസന്റഡ് ആവുമ്പോൾ കേട്ടോ. അതേസമയം അഡ്മിറ്റഡ് ആണെങ്കിലോ ഹി വാസ് അഡ്മിറ്റഡ് വിത്ത്. ഇതാണ് വ്യത്യാസം, മനസ്സിലാക്കുക കേട്ടോ. ഇനി അതുപോലെയുള്ള അടുത്ത പോയിന്റ് ആണ് വാസ് പ്രിസ്ക്രൈബ്ഡ് ഓർ വാസ് പ്രിസ്ക്രൈബ്ഡ് വിത്ത്. അപ്പോൾ നമ്മൾ ഹി വാസ് പ്രിസ്ക്രൈബ്ഡ് വിത്ത് ആൻറ്റിബയോട്ടിക്സ് എന്ന് എഴുതണോ ഹി വാസ് പ്രിസ്ക്രൈബ്ഡ് ആൻറ്റിബയോട്ടിക് എന്ന് എഴുതണോ. അപ്പോൾ എന്താണ് അവിടെ കറക്റ്റ് എന്ന് വെച്ചാൽ ഹി വാസ് പ്രിസ്ക്രൈബ്ഡ് ആൻറ്റിബയോട്ടിക് എന്ന് മാത്രമാണ്, വിത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ദാറ്റ് വൺ ആൻഡ് യൂസ് ഹി വാസ് പ്രിസ്ക്രൈബ്ഡ് സോ ആൻഡ് സോ മെഡിസിൻ. ഓക്കെ. അതേ റൂള് തന്നെയാണ് വാസ് അഡ്മിനിസ്റ്റേർഡ് ഓർ വാസ് അഡ്മിനിസ്റ്റേർഡ് വിത്ത്. ഇവിടെയും വിത്ത് ആവശ്യമില്ല. ഹി വാസ് അഡ്മിനിസ്റ്റേർഡ് ഇഞ്ചക്ഷൻ പാരസെറ്റാമോൾ ഫോർ ഹിസ് പെയിൻ. മനസ്സിലാവുന്നുണ്ടോ? ഇനി അപ്പം ഒരിക്കലും ഹി വാസ് അഡ്മിനിസ്റ്റേർഡ് വിത്ത് ഇഞ്ചക്ഷൻ പാരസെറ്റാമോൾ ഫോർ ഹിസ് പെയിൻ എന്ന് എഴുതരുത്. ഹി വാസ് അഡ്മിനിസ്റ്റേർഡ് ഇഞ്ചക്ഷൻ പാരസെറ്റാമോൾ. ക്ലിയർ ആയല്ലോ? ഓക്കെ. അടുത്ത പോയിന്റ് ആർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. OET ലെറ്ററിനകത്ത് ഹി ഹാസ് എ ഫാമിലി ഹിസ്റ്ററി എന്ന് എഴുതണോ അതോ ഹി ഹാസ് ദ ഫാമിലി ഹിസ്റ്ററി എന്ന് എഴുതണോ. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ ഫാമിലി ഹിസ്റ്ററിനെ കുറിച്ച് നമ്മുടെ ലെറ്ററിൽ നേരത്തെ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ഹി ഹാസ് എ ഫാമിലി ഹിസ്റ്ററി എന്ന് എഴുതണം. അതേസമയം ഈ പറഞ്ഞ സെയിം ഫാമിലി ഹിസ്റ്ററിയെക്കുറിച്ച് ഓൾറെഡി നമ്മൾ നമ്മുടെ ലെറ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ദ ഹിസ്റ്ററി എന്നേ വരുള്ളൂ. പക്ഷേ യൂഷ്വലി നമ്മുടെ OET ലെറ്ററിൻ്റെ ഒരു സ്വഭാവം വെച്ച് നമ്മൾ അങ്ങനെ നേരത്തെ അത് മെൻഷൻ ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോൾ യൂഷ്വലി നമ്മൾ OET ലെറ്ററിനകത്ത് ഉപയോഗിക്കുന്നത് ഹി ഹാസ് എ ഫാമിലി ഹിസ്റ്ററി ഓഫ് സോ ആൻഡ് സോ ഡിസീസ് എന്നാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യം ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് രണ്ടാമത് അതേ ഹിസ്റ്ററി മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ദ ഫാമിലി ഹിസ്റ്ററി, അല്ലാത്ത പക്ഷം ഹി ഹാസ് എ ഫാമിലി ഹിസ്റ്ററി. ഫസ്റ്റ് ടൈം മെൻഷനിങ് ആണെങ്കിൽ എ ഫാമിലി ഹിസ്റ്ററി, സെക്കൻഡ് ടൈം മെൻഷനിങ് ആണെങ്കിൽ ദ ഹിസ്റ്ററി. ഇനി അടുത്തതായിട്ട് കാണുന്ന ഏറ്റവും കോമൺ മിസ്റ്റേക്ക് ആണ് സിൻസ് ഓർ ഫോർ. എവിടെ സിൻസ് ഉപയോഗിക്കണം, എവിടെ ഫോർ ഉപയോഗിക്കണം, ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കാണുവാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ലൈക്ക് സിൻസ് ഓൾവേസ് റെപ്രസെൻറ്റ് പോയിന്റ് ഓഫ് ടൈം. എവിടെ അത് സ്റ്റാർട്ട് ചെയ്യുന്നോ ആ പോയിന്റ് ഓഫ് ടൈം, അതായത് സിൻസ് 2017, സിൻസ് ജൂൺ, സിൻസ് മൺഡേ, സിൻസ് 11th, ഇങ്ങനെയൊക്കെയുള്ള സ്പെസിഫിക് ടൈമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് സിൻസ്. അറ്റ് ദ സെയിം ടൈം ഫോർ ഉപയോഗിക്കുന്നത് പീരീഡ് ഓഫ് ടൈം മെൻഷൻ ചെയ്യാനാണ്. അതായത് 2 years, ഫോർ 2 years, ഫോർ 2 days, ഫോർ 7 years, ഫോർ 3 months. ഇതെല്ലാം ഡ്യൂറേഷൻ ഓഫ് ടൈമാണ്. സോ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അതുപോലെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ യൂഷ്വലി പെർഫെക്റ്റ് ടെൻസസ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അറ്റ് ദ സെയിം ടൈം ഫോർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഏത് ടെൻസ് ഫോമിൻ്റെ കൂട്ടത്തിലും ഉപയോഗിക്കാം. ഈ രണ്ട് ഡിഫറൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി അടുത്ത പോയിന്റ് ഇൻഫോർമൽ യൂസേജ് ആണ്. അതായത് സ്മോക്കർ ഓർ ഡ്രിങ്കർ. ഈ പറയുന്ന രണ്ട് വേർഡ്സും ഇൻഫോർമൽ ആണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, ഹി സ്മോക്സ് ഇൻ എക്സസ്, ഹി കൺസ്യൂംസ് ആൽക്കഹോൾ മോർ ദാൻ ദ റെക്കമെൻഡഡ് ലെവൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതാം. ഇനി അഥവാ അവിടെ എമൗണ്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് സിഗരറ്റ്സ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഹി സ്മോക്സ് 20 cigarettes എ ഡേ, ഹി കൺസ്യൂംസ് 600 ml ബിയർ പെർ ഡേ.
ഈ ഒരു എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് റെഗുലറായിട്ട് ഡെയിലി ഇയാൾ ഇന്ന് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സിമ്പിൾ പ്രസന്റ് ഫോമിൽ നമുക്കതിനെ റെപ്രസെന്റ് ചെയ്യാം. മറിച്ച് ഈ ഒരു ഇയേഴ്സ് ആണ് തന്നേക്കുന്നത്, ഇപ്പൊ 20 years പിന്നെ ആയിട്ട് ഇയാൾ കൺസ്യൂം ചെയ്യുന്നു, അല്ലെങ്കിൽ 20 years ആയിട്ട് അയാൾ സ്മോക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് തന്നിട്ടുള്ളതെങ്കിലോ, ഹി ഹാസ് ബീൻ സ്മോക്കിംഗ് സിഗരറ്റ്സ് ഫോർ ദ പാസ്റ്റ് 20 years, അല്ലെങ്കിൽ ഹി ഹാസ് ബീൻ കൺസ്യൂമിങ് ആൽക്കഹോൾ ഫോർ ദ പാസ്റ്റ് 20 years എന്നുള്ള രീതിയിൽ. അതേസമയം ഇയർ ആണ് തന്നിട്ടുണ്ടെങ്കിൽ ഫോറിന് പകരം ഹി ഹാസ് ബീൻ സ്മോക്കിംഗ് സിൻസ് 2017, അല്ലെങ്കിൽ ഹി ഹാസ് ബീൻ കൺസ്യൂമിങ് ആൽക്കഹോൾ സിൻസ് 2008 എന്നുള്ള രീതിയിൽ അത് ഉപയോഗിക്കുക. ഓക്കെ, സോ ഡിഫറൻസ് മനസ്സിലാക്കുക. ഒരു കാരണവശാലും ഹീ ഈസ് എ ഹെവി സ്മോക്കർ, ഹീ ഈസ് എ ഹെവി ഡ്രിങ്കർ, ഹീ ഈസ് ആൻ ആൽക്കഹോളിക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഴുതരുത്. ഓക്കെ, ദാറ്റ് ആൻഡ് ഓൾ ഇൻഫോർമൽ യൂസേജ് ആണ്, സോ അവോയ്ഡ് ദാറ്റ്. അടുത്ത പോയിന്റ്, ഹിസ് വൂണ്ട് വാസ് ഹീൽഡ് എന്ന് പറയോ അതോ ഹിസ് വൂണ്ട് ഹാസ് ഹീൽഡ് എന്ന് പറയോ? അതുപോലെ ഹിസ് കണ്ടീഷൻ വാസ് ഇംപ്രൂവ്ഡ് എന്ന് പറയോ അതോ ഹിസ് കണ്ടീഷൻ ഹാസ് ഇംപ്രൂവ്ഡ് എന്ന് പറയോ? ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് വാസ് ഇംപ്രൂവ്ഡ് അല്ലെങ്കിൽ വാസ് ഹീൽഡ് എന്നുള്ള വേർബ് ഫോംസ് പാസീവ് വോയിസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, ഇംപ്രൂവ്, ഹീലിംഗ്, ഡിസോറിയൻറ്റേഷൻ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിൻ്റെ കൂടെ ഒരു കാരണവശാലും നമ്മൾ പാസീവ് ഫോം ഉപയോഗിക്കില്ല, ബിക്കോസ് അത് നാച്ചുറൽ പ്രോസസ്സ് ആയതുകൊണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഹിസ് വൂണ്ട് വാസ് ഹീൽഡ് എന്ന് ഉപയോഗിക്കാൻ പാടില്ല, മറിച്ച് ഹിസ് വൂണ്ട് ഹാസ് ഹീൽഡ് എന്നേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം അത് ഹീലിംഗ് പ്രോസസ്സിൽ നിൽക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഹിസ് വൂണ്ട് ഈസ് ഹീലിംഗ് വെൽ അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി അടുത്ത പോയിന്റ്, ഹിസ് കണ്ടീഷൻ വാസ് ഇംപ്രൂവ്ഡ് ഓർ ഹിസ് കണ്ടീഷൻ ഹാസ് ഇംപ്രൂവ്ഡ്. ഹിസ് കണ്ടീഷൻ ഹാസ് ഇംപ്രൂവ്ഡ് ആണ് കറക്റ്റ്. ഇംപ്രൂവിൻ്റെ കൂടെ വാസ് ഇംപ്രൂവ്ഡ് അതായത് പാസീവ് ഫോം ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഹിസ് കണ്ടീഷൻ ഈസ് ഇംപ്രൂവിങ് വെൽ, അല്ലെങ്കിൽ ഹി മെയ്ഡ് ഗുഡ് ഇംപ്രൂവ്മെന്റ് ഇൻ ഹിസ് കണ്ടീഷൻ. അങ്ങനെ പല രീതിയിൽ നമുക്കത് എഴുതാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഞാൻ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ തെറ്റ് കാണുന്ന കാര്യമാണ്. അപ്പോൾ കെയർഫുൾ ആവുക. അടുത്ത പോയിന്റ് ഹാസ് ഹാഡിൻ്റെ യൂസേജ് ആണ്. അതായത് ചിലവർക്കെങ്കിലും ഞാൻ ഇതൊരു ഡൗട്ടായിട്ട് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഹാസ് ഹാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്? പണ്ട് തുടങ്ങി ഇപ്പോഴും ഉണ്ട്, പാസ്റ്റിൽ തുടങ്ങി പ്രസന്റിൽ എത്തി നിൽക്കുന്നുണ്ട് ആ കാര്യം. അങ്ങനെയുള്ള കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ യൂഷ്വലി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ പണ്ട് തുടങ്ങിയതും ഇപ്പം നിലനിൽക്കുന്നതുമായ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഹാസ് ഹാഡ് വെച്ച് എഴുതാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഹി ഹാസ് ഹാഡ് ഡയബറ്റീസ് സിൻസ് 2011. അപ്പോൾ 2011 അയാൾക്ക് ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യപ്പെട്ടു ആൻഡ് ഇപ്പോഴും ഡയബറ്റിക് ആണ് അയാൾ. ഇപ്പോൾ മനസ്സിലായല്ലോ അതിൻ്റെ യൂസേജ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കേസ് നോട്ട്സിൽ കാണുന്ന ചില അബ്രീവിയേഷൻസ് ആണ്. 2/7 മീൻസ് 2 days, 2/12 മീൻസ് 2 months, 2/52 മീൻസ് 2 weeks. തെറ്റിപ്പോവരുതേ. ഇത് ചില കേസ് നോട്ട്സിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ എഴുതാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ ഇടയ്ക്ക് കാണുന്നതാണ് ഡയബറ്റീസ്. അപ്പോൾ ചില കുട്ടികളെങ്കിലും അത് ഡയബറ്റീസ് എന്ന് എഴുതി വെക്കും. അത് ജസ്റ്റ് റിഗാർഡിങ് ഡയബറ്റീസ് എന്നാണ്. ഓക്കെ, അത് കെയർഫുൾ ആവുക. പിന്നെ WC നോക്കിയുള്ളത്, WC വീൽ ചെയറിനെയാണ് അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ചെറിയ ഷോർട്ട് ഫോംസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതെന്താണെന്ന് കൃത്യമായിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ടാസ്ക്കാണ്. സോ എപ്പോഴെങ്കിലും നിങ്ങളുടെ കേസ് നോട്ടിൽ നിങ്ങൾക്ക് അറിയാത്ത അബ്രിവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്യൂട്ടറിൻ്റെ അടുത്ത് അത് ചോദിച്ച് ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി വെക്കണം. കാരണം നമുക്ക് എക്സാമിന് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, അതുകൊണ്ട് എന്തറിയാത്ത ഉണ്ടെങ്കിലും ചോദിച്ച് നിങ്ങളുടെ ട്രെയിനേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് പോവാം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ഈഫ് ക്ലോസ് എഴുതുമ്പോൾ എവിടെ കോമ ഇടണം എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈഫ് ക്ലോസ് നിങ്ങളുടെ സെൻറ്റൻസിൻ്റെ ആദ്യത്തിലാണ് എഴുതുന്നതെങ്കിൽ ഈഫ് ക്ലോസ് കഴിഞ്ഞിട്ടാണ് കോമ വരുന്നത്. അതേസമയം ഈഫ് ക്ലോസ് നിങ്ങളുടെ സെൻറ്റൻസിൻ്റെ മിഡിലാണ് വരുന്നതെങ്കിൽ അവിടെ കോമയുടെ ആവശ്യമേ ഇല്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹാവ് എനി ക്വയറീസ് റിഗാർഡിംഗ് മിസ്റ്റർ എക്സ് യു മേ പ്ലീസ് കോൺടാക്ട് മീ. ഇതാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എവിടെയാണ് കോമ ഇടണ്ടേ? ഇഫ് യു ഹാവ് എനി ക്വയറീസ് റിഗാർഡിംഗ് മിസ്റ്റർ എക്സ്, കോമ
യു മേ പ്ലീസ് കോൺടാക്ട് മീ. അപ്പോൾ മിസ്റ്റർ എക്സ് കഴിയുമ്പോഴാണ് നമ്മുടെ ഈഫ് ക്ലോസ് തീർന്നത്, അവിടെയാണ് കോമ ഇടേണ്ടത്. ഇനി ഇതേ സെൻറ്റൻസ് ഈഫ് എങ്ങനെയാണ് മിഡിൽ വരുവാ നോക്കാം. യു മേ പ്ലീസ് കോൺടാക്ട് മീ ഇഫ് യു ഹാവ് എനി ക്വയറീസ് റിഗാർഡിംഗ് മിസ്റ്റർ എക്സ്. അവിടെ ഈഫ് നടുക്കാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കോമയുടെ ആവശ്യമില്ല. ഓക്കെ, ഇതെപ്പോഴും നിങ്ങൾ ഇഫ് എഴുതുമ്പോൾ ഏതൊരു സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതുമ്പോഴും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് മുഴുവൻ നമുക്ക് ഇന്നിവിടെ പറഞ്ഞു തന്നാൽ നമ്മുടെ വീഡിയോ ഒത്തിരി ലോങ് ആയിപ്പോവും. പക്ഷേ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് കൃത്യമായിട്ട് ക്യാപിറ്റലൈസേഷൻ റൂൾസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാനിടാം. അതും തെറ്റാതെ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. എന്തൊക്കെയാണ്? ജെൻഡർ ചേഞ്ചസ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്ന, ആദ്യം ഹി എഴുതും, ലെറ്റർ അവസാനിക്കുമ്പോഴത്തേക്ക് അത് ഷീ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു കാരണവശാലും ജെൻഡർ ചേഞ്ച് വരാൻ പാടില്ല നിങ്ങളുടെ ലെറ്ററിൽ. അതുപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് അവർ ആക്സെപ്റ്റ് ചെയ്യത്തില്ല. പിന്നെ ലോങ് സെൻറ്റൻസ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്, സ്റ്റുഡൻസിൻ്റെ ആറ്റിറ്റ്യൂഡാണ് ലോങ് സെൻറ്റൻസ് എഴുതുക എന്നുള്ളത്. അങ്ങനെ എഴുതുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വായിക്കുന്ന ആളെ കോംപ്ലിക്കേറ്റ് ചെയ്യുകയാണ്, അതൊരു റീസൺ. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഒരുപാട് മിസ്റ്റേക്സ് ആ ലോങ് സെൻറ്റൻസിൽ വരുത്തി വെക്കും. അപ്പോൾ ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾ അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഭംഗിയായിട്ട് നല്ല ക്ലാരിറ്റിയോടെ കൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനാണ് കൂടുതൽ സ്കോർ കിട്ടുക. സോ അതുകൊണ്ട് ലോങ് സെൻറ്റൻസസ് ഒഴിവാക്കുക. Then abbreviations, correct usage of abbreviation. As much as possible നിങ്ങൾക്ക് അറിയുന്ന abbreviations എക്സ്പാൻഡ് ചെയ്തിട്ട് തന്നെ ഉപയോഗിക്കുക. ഇനി ഇൻ കേസ് അറിയാൻ വയ്യാത്തതുണ്ടെങ്കിൽ അറ്റ് ദ സെയിം ടൈം ഈ ഒരു വേർഡ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും വേണമെങ്കിൽ പിന്നെ അബ്രീവിയേഷൻ തന്നെ യൂസ് ചെയ്തുള്ളൂ. അല്ലാത്ത കേസിൽ ഷോർട്ട് ഫോംസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇനിയും ഒരുപാട് കോമൺ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഇനി ഇതിപ്പോൾ സെക്കൻഡ് പാർട്ടാണ്. ഇനിയും കൂടുതൽ നമുക്ക് ഇതുപോലെ വീഡിയോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നേക്കരുത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട്.